മലപ്പുറം നിലമ്പൂരിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം. മമ്മുള്ളി കുട്ടിച്ചാത്തൻ കാവിന് നേരെയാണ് ആക്രമണം. ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ദേവി വിഗ്രഹത്തിന് നാശം വരുത്തി. സംഭവത്തിൽ ഏലാതി സ്വദേശി നദീറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ്. എന്നിട്ട് ഈ ഫൈസിയായ ഉസ്താദിനെ അറസ്റ്റ് ചെയ്തിരിക്കുക. പള്ളിയിലെ ഉസ്താദാണ്, മദ്രസയിലെ ഉസ്താദാണ്. കുറച്ചോനെ സംഘ് പരിവാർ പ്രൊഫൈലുകൾ ഇതിൻ്റെ വാർത്ത തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാർത്ത എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും കാണുന്നൊരു വാർത്ത, സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. ഒരു ഉസ്താദ്, ഫൈസി ബിരുദമുള്ള ഒരാൾ മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിനിടെ അതിക്രമിച്ചൊക്കെയായിട്ട് നാശനഷ്ടം വരുത്തിക്കാം. എന്നിട്ട് ഈ ഫൈസിയായ ഉസ്താദിനെ അറസ്റ്റ് ചെയ്തിക്കുക. പള്ളിയിലെ ഉസ്താദാണ്, മദ്രസയിലെ ഉസ്താദാണ്. പറച്ചോനെ സംഘ് പരിവാർ പ്രൊഫൈലുകൾ ഇതിൻ്റെ വാർത്ത തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാർത്ത എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? ആ ഒരു വിഷയമാണ് നമ്മൾ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തുറന്ന മനസ്സോടുകൂടി ഈ ഒരു വാർത്തകൾ കാണാം. സംഘ് പരിവാർ പ്രൊഫൈലുകളിൽ നടക്കുന്നൊരു വാർത്ത ഇതാണ് ആ വാർത്ത വന്നത്. മലപ്പുറം നിലമ്പൂരിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം. മമ്മുള്ളി കുട്ടിച്ചാത്തൻ കാവിന് നേരെയാണ് ആക്രമണം. ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ദേവി വിഗ്രഹത്തിന് നാശം വരുത്തി. സംഭവത്തിൽ ഏലാതി സ്വദേശി നദീറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ക്ഷേത്രങ്ങളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന നിലയിൽ UDF-ന്റെ പ്രവർത്തകർ ആ ജില്ലയിൽ മുദ്രാവാക്യം മുഴക്കിയത്. ആസൂത്രണം നടത്തി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇത്തരം ക്ഷേത്രങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലമ്പൂരിന് സമീപത്ത് തന്നെയുള്ള മമ്മുള്ളിയിലെ കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ക്ഷേത്രത്തിന് നേരെ ഒരു വ്യക്തി ഇത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി, ശ്രീകോവിലിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി പ്രതിഷ്ഠ തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ ഓഫീസിനെ കൂട്ടി തകർത്ത് ഓഫീസിനുള്ളിലേക്ക് കയറി വസ്തുതക്കും നാശം വരുത്തിയിട്ടുണ്ട്. ഇത് തടയാൻ ചെന്ന ഒരു സ്ത്രീയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ക്ഷേത്രത്തെ തകർത്തു. ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ കടന്നുകയറ്റം നടക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പണ്ട് കാലം മുതൽ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തപ്പെട്ടിട്ടുണ്ട്. പല ഇടങ്ങളിലും ആ ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കയറിയ നദീർ എന്ന മതം. ഇതാണ് ജനൻ ടിവിയിലെ വാർത്തയാണ് ഇപ്പം നമ്മൾ അതായത് നിലമ്പൂരിൽ ഒരു ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ച് കയറി വടിവാളുമായിട്ട് കയറിയ നദീർ ഫൈസി എന്ന് പേരുള്ള ഒരു ഉസ്താദ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ അവർ വളരെ പരിഭാവനായിട്ട് കയറുന്ന ശ്രീകോവിനുള്ളിൽ കയറി ആരൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു, കേടുപാടുകൾ വരുത്തി. ഏതായാലും ഈ നദീർ ഫൈസിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. മലപ്പുറം ജില്ലയിൽ ക്ഷേത്രങ്ങളൊക്കെ ഫുൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് വൃത്തികെട്ട വാർത്തയാണ് ഇതിൽ പറയുന്നത്. 2, ഏതോ ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിന് UDF പ്രവർത്തകർ, അത് മുസ്ലിങ്ങളെ തലയിലിട്ട് കാണും. അതൊരു നമ്പൂതിരിയാണ്. അയാളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അസഹ്യമായ വിധത്തിൽ ഉറക്കനെ കോളാമ്പി മൈക്കയിൽ പാട്ട് വെച്ചപ്പോൾ അയാളാണ് എതിർത്തത്. അതിൻ്റെ പഴിയും പാർക്കാണ് കിട്ടിയത്, മുസ്ലിങ്ങൾക്കാണ് കിട്ടിയത്. ഈ ഉസ്താദിന് എന്താണ് പറ്റിയത്? ഒരു ബോധമുള്ള ഒരു മുസ്ലിം മതപണ്ഡിതൻ ഇത് ചെയ്യോ? കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരം വാർത്തകൾ കണ്ടിട്ടുണ്ടോ? ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് മലമെറിഞ്ഞത്, ക്ഷേത്രത്തിലേക്ക് തകർത്തത്, ഇങ്ങനെയൊക്കെ കുറേ ഈ വാർത്തകളൊക്കെ പ്രതികളെ പിടിക്കുമ്പോൾ ഒന്നുകിൽ സംഘ് പരിവാർ പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിരോധമുള്ള അവരുടെ മതത്തിൽ തന്നെയുള്ള ആളുകളാണ് ചെയ്യാറ്. ഒരു മുസ്ലിം മതവിശ്വാസിയും ഈ വൃത്തികേട് ചെയ്യില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നദീർ ഫൈസി അത് ചെയ്തത്? നദീർ ഫൈസി തൻ്റെ ചെറിയ കുട്ടി, ഒരു മകളുമായിട്ട് കാറിൽ വന്നിട്ടാണിത് ചെയ്തതെന്നാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അത് കണ്ട ദൃസാക്ഷി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം. ഇതുപോലത്തെ ഈ എന്താ പറയുക, ഈ സംഘ് പരിവാറിൻ്റെ വാർത്തയല്ല, അവിടുത്തെ വിശ്വാസികൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം നമുക്ക്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ കാറിൽ 14 വയസ്സ് പ്രായം വരുന്ന കുട്ടിയുമായി എത്തി പ്രതി ക്ഷേത്രത്തിലെ ദേവി ശ്രീകോവിലിനകത്ത് കയറി വിഗ്രഹത്തിനടക്കം നാശനഷ്ടം വരുത്തുകയും ഓഫീസിന്റെ പൂട്ട് തകർക്കുകയും ചെയ്തതായി ക്ഷേത്ര കുടുംബാംഗം വേണുഗോപാലൻ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയാകുമ്പോൾ അവർക്ക് ഫോൺ കോൾ വന്നു. ഇവിടെ കുളിച്ചാൽ കള്ളം കയറിയില്ല. അപ്പോൾ എന്താ അങ്ങനെ പെട്ടെന്ന് വന്നു. അപ്പോൾ ഇവരെ വിളിച്ച് ഞാൻ അറിയിച്ചു. സ്റ്റേഷനിലേക്ക് വിളിച്ചു, SIക്ക് വിളിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മളെ അനിയൻ്റെ ഭാര്യ, നമ്മൾ തറവാട്ടിലുള്ള അനിയൻ്റെ ഭാര്യ, പിന്നെ ഇവർ ഇറങ്ങി വരുന്ന കണ്ടു. ഒരു കാറിൽ 2 ആൾ ഇറങ്ങി വന്നിട്ടാണ് ഇവിടേക്ക് വന്നത്. റോട്ടിൽ നിർത്തിയിട്ട് ഇല്ല, ഗേറ്റിലൊക്കെ നിർത്തിയിട്ടാണ് വന്നത്. അങ്ങനെ അനിയൻ്റെ ഭാര്യൻ്റെ വീട്ടിലുള്ള തയ്യൽ മിഷനിൽ എന്തോ തയ്ക്കായിരുന്നു. 2 ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കയറി വരാത്ത കണ്ടപ്പോൾ ഇറങ്ങി വന്ന് നോക്കിയതാണ്. അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ അമ്പലത്തിലെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഭഗവതിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ 2 പേർ ഇറങ്ങി വരുന്നത്. പൂട്ടൊക്കെ തച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ 2 ആൾ ഇറങ്ങി വരുന്നത്. ഇവിടെ കണ്ട വഴിക്ക് ഇവിടെ പിന്നാലെ കൂടി എന്തൊക്കെ കത്തിയായിട്ട് പിന്നാലെ വീട്ടിലാണ് കൊല്ലുന്ന പിന്നാലെ കൂടി ഇവിടെ നിലവിളി കൂടി വീട്ടിലേക്ക് പോയി ചെയ്തത്. ഒന്നും പോയിട്ടില്ല, ഒരു സാധനം പോയിട്ടില്ല. നശിപ്പിക്കാനാണ് ഉദ്ദേശം. ക്ഷേത്രത്തിൽ അക്രമം നടത്തുന്നത് കണ്ട് ചോദിക്കാനെത്തിയ സഹോദരന്റെ ഭാര്യ രജനിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു.
സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് CCTV-കളടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഗുരുതര വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മഞ്ചേരിയിൽ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ ഉസ്താദിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഉസ്താദ് പല പള്ളികളിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. ഇപ്പോഴും ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഉസ്താദിനെ കുറിച്ച് ആർക്കും മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. പരിചയമുള്ളവരൊക്കെ നല്ല സഹൃദയനായ ഒരു മനുഷ്യൻ. പക്ഷേ എന്തോ ചില മാനസിക തകരാറ് മൂലമാണ് ഇയാളത് ചെയ്തത്. ഇയാളൊരു ഫൈസി ബിരുദധാരിയാണ്. ഫൈസി ബിരുദം എവിടെ നിന്ന് കൊടുക്കുന്നതാണ്? പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് കൊടുക്കുന്ന EK വിഭാഗത്തിൻ്റെ ഏറ്റവും മുന്തിയ ഒരു കോളേജാണ് പട്ടിക്കാട് ജാമിഅ. ഇവിടുത്തെ സിലബസ് ഒക്കെ നോക്കിയാൽ അറിയാം. മറ്റു മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഉസ്താദിന്, ഒരു മുസ്ലിം മതപണ്ഡിതന് ഒരു ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രം തകർക്കാൻ അവരെ മതം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാവും ഇയാൾ ചെയ്യുന്നത്? ഇയാൾക്ക് മാനസികമായി എന്തോ പ്രശ്നങ്ങളുണ്ട്. മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു സംഭവത്തിന് ഒരു അതിക്രമിച്ചു കയറി അവിടെ കവർച്ച ചെയ്യാനല്ല, ആ രീതിയിൽ മാത്രമാണ് വിശ്വാസികൾ ഇത് കണ്ടിട്ടുള്ളൂ. അവിടുത്തെ വിശ്വാസികൾക്ക്, നിലമ്പൂരുള്ള വിശ്വാസികൾ കാര്യം അറിയാം. അയാളെ സുബോധത്തിൽ ചെയ്തൊരു കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള പൂരങ്ങൾ വന്നാലും നേർച്ചകൾ വന്നാലും മതജാതി വ്യത്യാസമല്ലാതെ പരസ്പരം സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും അല്ലേ. പിന്നെ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഈ തെണ്ടിത്തരങ്ങൾ ഇവർ പറയുന്നത് ഇവരുടെ പിന്നിൽ വേറെ ലക്ഷ്യമാണ്. നമ്മളിപ്പോൾ വയനാട് കൽപ്പറ്റയിൽ നിന്ന് ഒരു 16 വയസ്സുള്ള ചെറുക്കനെ എല്ലാവരും കൂടി മർദ്ദിക്കുന്നൊരു വീഡിയോ കണ്ടല്ലോ. അതിൽ 4 പേർ അറസ്റ്റിലായി. അപ്പോൾ അവർ ഹല്ലേലൂയ പാടിയിട്ടാണ് ചെയ്തിരുന്നത്. അതുപോലും വർഗീയ പ്രചരണത്തിനാണ് കാസയും സംഘപരിവാറും ഉപയോഗിച്ചത്. കണ്ടില്ല, ഇവർ മദ്രസകൾ സ്റ്റോപ്പ് ചെയ്യണം, മദ്രസകൾ ബാൻ ചെയ്യണം, ഇവർ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് വർഗീയമായിട്ട് ഇവർ പ്രചരിപ്പിക്കുക എന്നറിയോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഭാഗത്ത് ഒരു സ്ത്രീ നമസ്കരിച്ച് പ്രതിഷേധിച്ചു. അത് അവർക്ക് സ്വത്ത് കിട്ടാത്ത പ്രശ്നമാണ്, അതൊരു മതപ്രശ്നമല്ല. ശശികല പോലും അതൊരു പ്രതിഷേധമാണെന്ന് പറഞ്ഞപ്പോൾ സംഘപരിവാർ പ്രൊഫൈലുകളിൽ അതിനെയൊക്കെ ഒരു കേരളം ഇസ്ലാമിക രാജ്യമായി മാറി. ഇവരുടെ തോന്നിവാസം, സുഡാപ്പി, ജമാഅത്ത് ഇസ്ലാമി, ഇങ്ങനെ കനത്ത മുസ്ലിം മതവർഗീയത പരത്ത, വിദ്വേഷം പരത്ത. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം വേറെയാണ്. സത്യത്തിൽ ഒരു മുസ്ലിം മതവിശ്വാസിയായി ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്, നമ്മുടെ വീടിനടുത്തും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും കാവും ഇതൊക്കെ ഉണ്ട്. നമുക്കതിനോടൊക്കെ റെസ്പെക്റ്റും ബഹുമാനവും ആദരവല്ലേ ഉള്ളത്, അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണ്? ഒന്ന് വർഗീയ പ്രശ്നമാവാം, അല്ലെങ്കിൽ മാനസിക പ്രശ്നമാവും. അന്വേഷിച്ചിടത്തോളം ഈ ഒരു നദീർ ഫൈസി എന്ന് പറയുന്ന ഒരാൾ വർഗീയക്കാരനല്ല. ഇതെനിക്ക് ഒരുപാട് പേര് ഇന്നലെ ഈ വാർത്ത അയച്ചെന്നു. ഈ വാർത്ത അയക്കുന്ന ആളുകളൊക്കെ ബോധപൂർവ്വം മറച്ചുവെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇയാൾ സുബോധത്തിൽ ചെയ്തതല്ലാതെ ഒരു മുസ്ലിം മതവിശ്വാസി മറ്റവൻ്റെ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രം തകർക്കാൻ വേണ്ടി പഠിക്കുമോ? ഇത് എത്രത്തോളം പറഞ്ഞാലും ഇങ്ങനെയാണ് മുഹമ്മദ് നബിയും പഠിപ്പിച്ചത്, ക്ഷേത്രം തകർക്കാനാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന വല്ല രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക്, വല്ല പ്രശ്നങ്ങൾക്കൊക്കെ അത് മുസ്ലിങ്ങളുടെ മേലെക്കിടണ്ട. ഇസ്ലാമിൽ ഒരിക്കലും അങ്ങനെ ഒരു ആശയമേ ഇല്ല. എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവും നിലനിൽക്കാൻ ഇത്രയധികം ഇസ്ലാമിൻ്റെ പേര് തന്നെ സലാം. അത് പീസ്ഫുള്ളായൊരു സാധനമാണ്, അത് കാരുണ്യമാണ്. മറ്റൊരു തൻ്റെ രക്തം ചിന്തരുത് എന്നുള്ളതാണ്. പിന്നെ എവിടെയെങ്കിലും വല്ല തമ്മാടിത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെ ഇപ്പം ഇല്ലാത്തത്? ജയ് ശ്രീറാം വിളിപ്പിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചിട്ട് അടിക്കുന്ന വീഡിയോ നമ്മൾ കാണില്ലേ? ഹിന്ദുക്കളുടെ വിശ്വാസം അങ്ങനെയാണോ? ഏതെങ്കിലും ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യോ? അതൊക്കെ വർഗീയതയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ കലർത്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. എവിടെ എന്ത് നടക്കുകയാണെങ്കിലും ഹിന്ദുക്കൾ ചെയ്യുമ്പോൾ അത് ഹിന്ദുക്കളെ തലയിലൂടെ, മുസ്ലിങ്ങൾ ചെയ്യും മുസ്ലിങ്ങൾ, അത് മതത്തിൻ്റെ പ്രശ്നമല്ല. പണ്ട് ജി ശങ്കരപ്പിള്ള ഒരു കവിത ഞാൻ എപ്പോഴും പറയലുണ്ട്, എൻ്റെ പേര് ഞാനെന്നും നിൻ്റെ പേര് നീയെന്നുമായിരുന്നെങ്കിൽ അത്തർ മണക്കുന്ന പേരിൽ നിങ്ങൾ വർഗീയത കാണുന്നു, ചന്ദനം മണക്കുന്ന പേരിൽ നിങ്ങൾ ഭീകരത കാണുന്നു. അപ്പോൾ ഈ ഒരു വാർത്ത, ഈ ഒരു വിഷയം നിലമ്പൂർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഈ ഒരു സംഭവം, ഇതിന് മുൻപ് നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് നോക്കി സെർച്ച് ചെയ്തു. ന്യൂസ് 8-ലൊക്കെ വലിയ ചർച്ച. ഇതെങ്ങനെയെങ്കിലും മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ കുറേ ക്ഷേത്രം തകർക്കുന്നു, ടിപ്പ് കുറേ ക്ഷേത്രം തകർത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ മാപ്പിളാർ തകർക്കുകയാണ്. ഇങ്ങനെ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യാതെ പുറം ലോകത്തെത്തിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ട അതിൻ്റെ പിന്നിലുണ്ട്. തിരിച്ചറിയുക, ഇയാളൊരു നദീറാണ്, ഫൈസി ബിരുദമുള്ള ഒരാളാണ്, പള്ളിയിലൊരാളാണ്. അന്വേഷിച്ചിടത്തോളം ആളൊരു പ്രശ്നക്കാരനെ അല്ല. ചില മാനസിക പ്രശ്നങ്ങൾ കാരണം സംഭവിച്ചു പോയതൊന്നാണ്. ഒരു മുസ്ലിം മതവിശ്വാസിയും ഇത്തരത്തിന് അംഗീകരിക്കില്ല. വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് പോലും ആ നാട്ടുകാർക്ക് പ്രശ്നമില്ല. കാരണം അത് അവിടെ ചെന്നൊരു ക്രൈമാണ്. അതൊരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളേക്കിൽ നിന്ന് വന്നൊരു അബദ്ധമാണ് എന്ന് അവർക്കറിയാം. ഈ വീഡിയോകൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആളുകൾ സത്യം അറിയട്ടെ. വെറുതെ മതങ്ങൾ തമ്മിൽ തല്ലൂടിപ്പിക്കുന്ന ആളുകൾ ജനം തിരിച്ചറിയട്ടെ.
ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സമസ്ത EK വിഭാഗത്തിൻ്റെ 100ാം വാർഷികം അടുത്ത മാസം ഫെബ്രുവരി മാസത്തിലാണ് നടക്കുന്നത്. അത് കാസർഗോഡ് എവിടെ വെച്ചിട്ടാണ് ആ സമ്മേളനം നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.